എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് അറിയോ? പല അവസരങ്ങളിലും പല ആൾക്കാർ നിങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട് പല അവസരങ്ങളിലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വന്നിട്ടില്ലേ? അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് ചിന്തിച്ച് കുറേ ദിവസം ഇത് തന്നെ മനസ്സിലിട്ട് വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എന്താണെന്നറിയോ ഇന്നത്തെ വിഷയം? മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയുന്നത് കേട്ട് വിഷമിക്കുന്നത് നിർത്തുക. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അതിന് കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഒരിക്കലും ലൈഫിൽ നമ്മളെക്കാൾ മുകളിലെത്തില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ആ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ടാണ് അവർ മറ്റുള്ളവരിൽ എപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഒരിക്കലും അവരുടെ ഈ ഒരു സ്വഭാവം മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ആലോചിച്ച് വിഷമിക്കുന്നത് നിർത്തുക. വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവർ പറയുന്നത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇനി ഈ ഒരു മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമിക്കുന്നത് നിർത്തുന്നതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. അതിൽ ഒന്നാമതായിട്ട് സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു കാര്യമാണ്. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം തോന്നണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് വിഷമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ വിഷമിച്ചാൽ അതിനർത്ഥം നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷെ ഒരിക്കലും അത് അംഗീകരിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നല്ല ഒരു ധാരണ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. അതിന് ആദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നിയാലേ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്കും നിങ്ങളോട് അത് തോന്നുകയുള്ളൂ. ഈ ഒരു ബഹുമാനവും വാല്യൂ ഒക്കെ അത് എപ്പോഴും മനസ്സിലാക്കുക. സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഞാൻ വളരെ ശരിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഓൾവേസ് ബി കോൺഫിഡൻറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, കുട്ടിക്കാലം തൊട്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഒരു റോളും കാണില്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാം പാരൻസ് ആയിരിക്കും തീരുമാനിക്കുന്നത്. അവരോട് അഭിപ്രായങ്ങൾ പോലും ചോദിക്കാറില്ല. ഇപ്പോൾ ഭാവിയിൽ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കരിയർ തിരഞ്ഞെടുക്കുമ്പോഴോ പോലും അവരുടെ ടേസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഒരിക്കലും പാരൻസ് ചോദിക്കാറില്ല. അവരെ അതെല്ലാം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പല രീതിയിലും ചെറുതിലേ മുതൽ, അതായത് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ പാരൻസിൻ്റെ കൺട്രോളിൽ വളരുന്ന കുട്ടികളാണെങ്കിൽ അവർ ഇതുപോലെ മറ്റുള്ളവർ പറയുന്ന കുറ്റപ്പെടുത്തൽ കേട്ട് വളരെ പെട്ടെന്ന് അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അവർ ഇമോഷണലി അവർ ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ അവർക്ക് മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. കാരണം അവർ ഒരു കാര്യങ്ങളിലും സ്വന്തമായിട്ട് ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ ഉള്ള ആൾക്കാരായിരിക്കില്ല. എല്ലാം മാതാപിതാക്കളെ കുട്ടിക്കാലം തൊട്ടേ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനൊരു ശീലമുള്ളവരാണെങ്കിൽ നമ്മളെപ്പോഴും വളരെയധികം സെൽഫ് കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം വരുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ വളരെയധികം ട്രെയിൻ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തത്, നിങ്ങളെ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എന്ത് പ്രോബ്ലംസ് വന്നാലും എനിക്കിത് സോൾവ് ചെയ്യാൻ കഴിയും. ഇമോഷണലി അതിനെ നേരിടാതെ കുറച്ച് ബുദ്ധിപരമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. അല്ലെങ്കിൽ ആ പ്രോബ്ലംസിന് എങ്ങനെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താം എന്നുള്ളത് ചിന്തിക്കുക. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നാലാമത്തത്, മറ്റുള്ളവർ നിങ്ങളെ കുറ്റം പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാം എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെയാണെന്നറിയോ? അതിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. കാരണം മറ്റൊരാൾ നമ്മളെ കുറ്റം പറയുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോഴാണ് പലപ്പോഴും നമുക്കതൊരു വീഴ്ചയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് വിഷമിക്കാതെ അതിലെങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം എന്നുള്ളത് ചിന്തിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഫിഫ്ത്ത് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരക്കാരോട് ഒരിക്കലും ആർഗ്യൂ ചെയ്യാതിരിക്കുക, ആർഗ്യുമെൻറ്റിന് പോവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇതുപോലെ പല അവസരങ്ങളിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ വളരെ നന്നായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് പോകുമ്പോൾ ഇതുപോലുള്ള അയാൾ എല്ലാത്തിലും നെഗറ്റിവിറ്റി മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇതെന്തൊരു ഡ്രസ്സാണ്, അല്ലെങ്കിൽ വളരെ മോശമാണ്, ഇത് എന്തൊരു മേക്കപ്പാണ്,
ഇങ്ങനെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ സെൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും നിങ്ങളെ കുറ്റപ്പെടുത്തും. രണ്ട് തരം ആൾക്കാരെ നമുക്ക് ഇതുപോലുള്ള ആൾക്കാരിൽ രണ്ട് തരം ആൾക്കാരെ കാണാം. ഒന്ന് നേരിട്ട് നമ്മളോട് തുറന്നു പറയുന്നവർ, അവർ കുറച്ചുകൂടെ ഭേദമാണെന്ന് പറയാം. കാരണം അവർ നുണയൊന്നും പറയുന്നല്ലോ, ഡയറക്റ്റ് നമ്മുടെ മുഖത്ത് നോക്കി കാര്യം പറയുന്നുണ്ട്. പക്ഷേ നമ്മളോട് വളരെയധികം ചിരിച്ചിട്ട് നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരെ വളരെയധികം സൂക്ഷിക്കുക. കാരണം നമ്മളെപ്പറ്റി അവർ ഇതുപോലെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളിനെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ അവിടുന്ന് മാറുമ്പോൾ നാളെ ഇനി ഒരാളിനോട് നമ്മളെപ്പറ്റി ഇതുപോലെ തന്നെ അവർ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരക്കാരോട് ആർഗ്യൂ ചെയ്യാതിരിക്കുക. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിഷമിക്കുന്നത് കാണാൻ ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ വിഷമിക്കാതിരിക്കുക. നമ്മൾ വിഷമിക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് അതിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഒരിക്കലും അതിനുള്ള ഇടം ഉണ്ടാക്കാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറില്ല, ഇരയിട്ട് മീൻ പിടിക്കുന്ന സ്വഭാവമാണ് അയാളുടേത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് തരും, നിങ്ങളുടെ മനസ്സിലുള്ളതും ഇല്ലാത്തതും സങ്കടം കൊണ്ട് നിങ്ങൾ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞ് അവരോട് ആർഗ്യുമെന്റിന് നിൽക്കും. പക്ഷെ പലപ്പോഴും ഇങ്ങനൊരു സ്വഭാവം കാണിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് അത് വിനയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പല അവസരങ്ങളിലും ഇതുപോലുള്ള ആൾക്കാരോട് ആർഗ്യുമെന്റിന് പോയിട്ട് നമുക്ക് അന്നത്തെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. വളരെ കുറച്ച് ആൾക്കാർ, ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് ഇങ്ങനെ മറ്റുള്ളവരോട് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാർ. ഏറിയ പങ്ക് ആൾക്കാർക്കും ഒരാളിനോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാലോ, അല്ലെങ്കിൽ ഭാഗവതത്തിന് പോയാലോ, വഴക്കുണ്ടാക്കിയാലോ 1-2 ദിവസം അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമമായിട്ട് തന്നെ കിടക്കും. അതൊന്ന് മാറിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കാൻ നിൽക്കാതെ ഇതുപോലുള്ള ആൾക്കാരോട് ആർഗ്യുമെന്റിന് പോവാതിരിക്കുക. നമ്മൾ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. റിയാക്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു കാര്യം പറയുമ്പോൾ അതിനേക്കാൾ വളരെയധികം ദേഷ്യത്തിൽ നമുക്ക് വായിൽ തോന്നിയതൊക്കെ നമ്മൾ തിരിച്ച് വിളിച്ച് പറയുന്നതിനാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ടും റിയാക്ട് ചെയ്യുകയും രണ്ടാണ്. റെസ്പോണ്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത് എന്ന് നമുക്ക് അവരുടെ മുഖത്ത് നോക്കി ആത്മവിശ്വാസത്തോടെ പറയാം. അതാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിൽ കണ്ടതൊക്കെ, അല്ലെങ്കിൽ കണ്ണും മൂക്കും ഇല്ലാതെ എന്ത് കാര്യവും അവരോട് ദേഷ്യത്തിൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറയുന്നതിനാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരോട് ഒരിക്കലും റിയാക്ഷന് നിൽക്കാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 6th പോയിന്റ്, ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ് എന്നൊരു രീതി പിന്തുടരുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം മറ്റുള്ളവർ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത് അവരുടെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രകൃതമാണ്. അത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ സഡനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നിങ്ങൾ അവർ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ്, അവർ പറഞ്ഞതിൽ എന്തോ സത്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അതിന് ഇത്രയും റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വിഷമം തോന്നിയത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്, അതിനെ ഇഗ്നോർ ചെയ്യുക. അർഹിക്കുന്ന അവഗണനയോടെ അതിനെ പുച്ഛിച്ച് തള്ളുക എന്ന് പറയും. അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാനേ പോകരുത് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് 7th പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കമ്പൽ ചെയ്യുകയാണ്, നമുക്ക് ഒരിക്കലും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അയാൾ പറയുമ്പോൾ അയാൾ പിണക്കാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പോവുകയാണ്, അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി, ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നും. കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കത് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത്, ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്കതിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് എത്ര നിർബന്ധിച്ചാലും, എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും ഒരിക്കലും മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കേട്ട് നമുക്ക് വിഷമിക്കേണ്ടി വരില്ല. അത് എപ്പോഴും ഓർമ്മിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അവിടെ നമ്മൾ നോ പറയാൻ പഠിക്കുക. വളരെ ധൈര്യത്തോടെ, വളരെ ബോൾഡായിട്ട് നോ എന്ന് തന്നെ പറയുക. പല സ്ഥലങ്ങളിലും നോ പറയുന്നത് നമുക്ക് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു ശീലം നമ്മൾ സ്വഭാവത്തിൽ കൊണ്ടുവരിക. 8ാമത്തത്, പെട്ടെന്ന് വളരെ ഇമോഷണലി ഫീൽ ആകാതെ മറ്റൊരാൾ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ വളരെ കാമായിട്ട്, വളരെ കൂളായിട്ട് അത് കേൾക്കാൻ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ സങ്കടം, നിങ്ങളുടെ വാടിയ മുഖമൊക്കെ കാണാനാണ്. പക്ഷെ ഒരിക്കലും അതിന് അനുവദിക്കാതിരിക്കുക. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ തൊട്ടാവടിയെ പോലെ വളരെയധികം വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കാമായിട്ടോ കൂളായിട്ടോ അതിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല.
പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുക. ആരെന്ത് പറഞ്ഞാലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുക. പതുക്കെ പതുക്കെ നമുക്കത് നമ്മുടെ ശീലമാക്കാൻ പറ്റും. മനുഷ്യൻ വിചാരിച്ചാൽ എന്ത് കാര്യങ്ങളും മനുഷ്യൻ്റെ ഒരു സ്വഭാവമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം ഒരു ഗുണം മനുഷ്യനുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. എന്ത് കാര്യങ്ങളായാലും അതുകൊണ്ട് പതുക്കെ പതുക്കെ എന്താണ് അത് ശീലമാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും സങ്കടപ്പെടാതെ അതിനെ വളരെ കാം ആൻഡ് കൂളായിട്ട് ഇഗ്നോർ ചെയ്യുക, അവഗണിച്ച് കളയുക എന്നുള്ളതാണ്. ഇനി പെട്ടെന്നൊരാൾ എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് വിഷമിക്കാതെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടാൻ പഠിക്കുക. അതും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അയാൾ നമ്മളോട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സങ്കടം കാണാനാണ്. അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുമ്പോൾ അയാൾക്കുള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിനെ ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതെങ്കിലോ അയാൾ ആകെ തകർന്നു പോകും. നിങ്ങളെപ്പറ്റി കുറ്റം പറയാൻ വന്നിട്ട് നിങ്ങൾ ചിരി കാണുമ്പോൾ നിങ്ങൾ പരിഹസിക്കുകയാണോ അല്ലെങ്കിൽ കളിയാക്കുകയാണോ എന്താണെന്ന് മനസ്സിലാകാതെ അയാൾ ആകെ നിന്ന് വട്ടം ചുറ്റും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ സഡനായിട്ട് റിയാക്ട് ചെയ്യാതെ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി 10th പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എപ്പോഴും ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഏത് സിറ്റുവേഷനിലും ഇതുപോലുള്ള ആൾക്കാർ സമൂഹത്തിൽ ഏറിയ പങ്കും നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. പോസിറ്റീവ് മൈൻഡോട് കൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകൾ, വിഷമിപ്പിക്കലുകൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞ് മനസ്സിനെ ട്രെയിൻ ചെയ്യുക. അത് സെൽഫ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ആരെന്ത് പറഞ്ഞാലും സഡനായിട്ട് ഇമോഷണലി വീക്കായിട്ട് വിഷമിക്കാതെ, കരയാതെ അല്ലെങ്കിൽ കണ്ണീരൊഴുക്കാതെ വളരെ കാം ആൻഡ് കൂളായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. അയാൾ പറയേണ്ടത് പറഞ്ഞു, അയാൾ അയാളുടെ വഴിക്ക് പോയി. നമ്മൾ വീണ്ടും 10 ദിവസം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും ആ ഒരു സെൽഫ് കൺട്രോൾ നമ്മൾ നമ്മുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുക. നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മുടെ ലൈഫിൽ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്തോഷങ്ങളിൽ ഓവർ സന്തോഷിക്കാതെയും അല്ലെങ്കിൽ സങ്കടങ്ങളിൽ ഓവറായിട്ട് വിഷമിക്കാതെ ഇരിക്കുക. കാരണം സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഈ നിമിഷവും കടന്നു പോകും എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിനെ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുക. എന്ത് കാര്യങ്ങളിലും ഏത് സിറ്റുവേഷൻസിലും ഏത് ആൾക്കാരിലും നമ്മൾ പോസിറ്റീവ് മാത്രം കാണുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാം. മറ്റുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അവരോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവരോട് പറയുമ്പോൾ പല ആൾക്കാർക്കും അറിയില്ല അവർ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സ്വഭാവക്കാരാണെന്ന്. അപ്പോൾ ചിലപ്പോൾ അവർക്കതൊരു തിരിച്ചറിവ് കൊടുത്തേക്കാം, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സ്വഭാവം നല്ലതല്ല. ചിലപ്പോൾ അവരൊന്ന് റീതിങ്ക് ചെയ്താലോ, അങ്ങനെ എന്തെങ്കിലും അവരുടെ സ്വഭാവം മാറ്റാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവരുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ നെഗറ്റിവിറ്റി പറയുന്നത്, നമ്മളെ കുറ്റപ്പെടുന്നത്, നമ്മളെ വിഷമിപ്പിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിലല്ല. പക്ഷേ അതിൽ വിഷമിക്കാതിരിക്കേണ്ടത് നമ്മളാണ്. അതിന് നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി മറ്റൊരാൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുക അത് അയാളുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അയാളുടെ ലൈഫ് ഒരിക്കലും അയാൾക്ക് ബെറ്റർ ആക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് അയാൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം അയാളുടെ മനസ്സിനുണ്ടാക്കി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് ഇനിയും വരും, നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവിധ ധൈര്യത്തോടെ അല്ലെങ്കിൽ നല്ല ബോൾഡായിട്ട് നല്ല കാം ആൻഡ് കൂളായിട്ട് ജീവിതം എല്ലാ സിറ്റുവേഷനിലും മുമ്പോട്ട് പോസിറ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയട്ടെ. അതിനുള്ള എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.